ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് തരുന്ന സംഭവം എന്താ? എനിക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തരുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള പെർഫ്യൂംസ് ഒക്കെ അൺബോക്സ് ചെയ്യുമ്പോഴാണ്. ഇതാണ് ലഹരി മക്കളെ. അല്ലാതെ വെറുതെ കള്ളും കഞ്ചാവും ട്രിപ്പ് അടിക്കലും എന്നല്ല ലഹരി. ഒരു ബോഡി ബിൽഡറെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ്റെ ലഹരി ആ ഒരു ബോഡി ബിൽഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ചിടത്തോളം ആ വണ്ടി അൾട്ടർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയ വണ്ടി വാങ്ങുക, അത് റിലീസ് ചെയ്യുക, അതായിരിക്കും അവരുടെ ലഹരി. ഒരു പെർഫ്യൂം ലവറെ സംബന്ധിച്ചിടത്തോളം പുതിയ ഫ്രാഗ്രൻസ് എക്സ്പ്ലോർ ചെയ്യുക, അതുപോലെ പുതിയ ഫ്രാഗ്രൻസ് വാങ്ങുക, അതുപോലെ വാങ്ങിയ പെർഫ്യൂംസ് ഒക്കെ അൺബോക്സ് ചെയ്യുക. ഇതൊക്കെയാണ് ലഹരി എന്ന് പറഞ്ഞാൽ. കുട്ടിക്കാലം മുതലേ ഞാൻ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിരിക്കുന്നത്, ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇതാ ഈ ബാക്കിൽ കാണുന്ന പെർഫ്യൂംസ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യും. അതൊരു ഹരാണ്. അതിൽ പൈസ കുറേ പോകുന്നുണ്ടോ നോക്കിയിട്ട് കാര്യമില്ല. മാത്രമല്ല ഇതൊരു ഒരു ബ്ലെസ്സിങ് കൂടിയാണ് ഫ്രം പ്രൊഫറ്റ്. അപ്പോൾ ഇന്ന് എൻ്റെ കയ്യിൽ ഞാൻ അജ്മലിൻ്റെ കുറച്ച് പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലൈൻഡ് ബൈ ഓർഡർ ചെയ്താണെങ്കിലും പക്ഷേ നിങ്ങൾ എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രാഗ്രൻസ് ഇതിലുള്ളത്. ഇനി നമ്മൾ ലൈക്ക് ചെയ്യുന്ന ആൾക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ ഗിഫ്റ്റ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ലൈക്കും കമൻറ്റൊക്കെ ഇടുന്ന ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ പെർഫ്യൂമൊക്കെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കും. ഏകദേശം ഒരു 13,800 ആയിട്ടുണ്ട് പ്രൈസ്. നോക്കിയിട്ട് കാര്യമില്ല, ഇതൊക്കെയാണ് ഹാപ്പിനെസ്. ഓക്കെ, അജ്മലിൻ്റെ ഔറം, അതുപോലെ അജ്മലിൻ്റെ മൊഷിരിക്ക. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ. എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഇതിൻ്റെ സെയിം ഫ്രാഗ്രൻസ് ആണ്, പക്ഷേ ഇതിൽ ഊതുണ്ട്, ഇതിൽ ഊതില്ല. അങ്ങനെ ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതിയാണ് അജ്മലിൻ്റെ മൊഷിരിക്ക. തേർഡ് വൺ അജ്മലിൻ്റെ ഇവോക്ക് ഗോൾഡ്. ദ ലാസ്റ്റ് വൺ അജ്മലിൻ്റെ മസ്ക് സിൽക്ക് സുപ്രീം. ചിലപ്പോൾ ഒരു മസ്ക് റിജാലിൻ്റെ DNA ഒക്കെ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് വെച്ചതായിരിക്കാം. ഫസ്റ്റ് നമുക്ക് മൊഷിരിക്ക എടുത്ത് നോക്കാം, സ്മെല്ല് എങ്ങനെയാണെന്ന് നോക്കാം. ബിസ്മില്ല. ലുക്ക് അറ്റ് ദ ബോട്ടിൽ. എൻ്റെ മോനെ, സെറ്റ് ബോട്ടിൽ. അജ്മലിൻ്റെ ഫ്രഷ് ലൈനപ്പ് ഒന്നും എനിക്കറിയാം ഫുൾ ഇൻസ്പയർഡ് ആയിരിക്കും, പക്ഷെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അവരുടെ ഓൺ ക്രിയേഷനിൽ വരുന്നുണ്ട് കുറേയൊക്കെ. ഓ സെറ്റ്, പുളി സാധനടാ, പുളി. മോശനായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് ഓനക്ക് എന്തെങ്കിലും തോന്നിയതേക്കാരം, പക്ഷേ ഇത് ഊത് ബേസിലാണ്. എൻ്റെ മോനെ, വാങ്ങിയത് മുതലായിട്ടോ. വെറൈറ്റി അറബിക്കിൻ്റെ സ്മെല്ല് നമുക്ക് വേറെ എവിടെയും കിട്ടില്ല ഇങ്ങനത്തെ സ്മെല്ല്. നൈസ്. നമ്മുടെ ഹുഫൂക്കിൻ്റെ ഒക്കെ ഒരു DNA, ഹുഫൂക്കിൻ്റെ ഒക്കെ ഒരു ഡയറക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. വെറൈറ്റി യുണീക്ക് സാധനം മൊഷിരിക്ക. ഓ ഐ ലവ് ഇറ്റ്. താങ്ക് യു സോ മച്ച് അജ്മൽ, താങ്ക് യു സോ മച്ച്. രണ്ടാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഇവോക്ക് ഗോൾഡ്. ഇതാ ഇങ്ങനെയാണ് ബോട്ടിൽ വരുന്നത്. അറ്റമൈസർ പൊളിട്ടോ. ഓ സീൻ, നൈസാണല്ലോ. നൈസ്. യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് ഞാൻ പറയണ്ട്. സ്മെല്ല് കൊള്ളാട്ടോ, ഒരു വെറൈറ്റി സ്മെല്ലാണ്. നെക്സ്റ്റ് വൺ ഔറം. ഔറം പൊളിയാണ് കേട്ടോ. ഇത് അടിപൊളി സ്മെല്ല്. ഇത് എനിക്ക് അറിയുന്ന ഇതിൻ്റെ ഒരു അത്ര അജ്മലിൽ എടുത്തിട്ടുണ്ട്, ഒരു 1,500 വരുന്നത്. അത് ഞാൻ പണ്ട് വാങ്ങിയിട്ട് എൻ്റെ ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുത്തിരുന്നു. അടിപൊളി സ്മെല്ല്. അപ്പോൾ അതിൻ്റെ പെർഫ്യൂം വന്ന് ഓ അയ്യോ, സ്പ്രേ എനിക്ക് അത്ര പറ്റിയില്ല. അങ്ങോട്ട് നോക്കി, ഇത് മറ്റേ 1 മില്യൻ്റെ ഒക്കെ സ്പ്രേ പോലെ. ഇത് നല്ല യൂണിസെക്സ് ആയിട്ടുള്ള, ഇത് കുറച്ചും കൂടിയും ഒരു ലേഡീസ് ടൈപ്പ് ആണെങ്കിലും യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതിൻ്റെ സ്മെല്ല് ഒരു ഫ്രൂട്ടി ഫ്ലോറൽ അങ്ങനെയാണ് വരുന്നത്. ഫ്ലോറിൻ്റെ നോട്ട്സാണ് മെയിനായിട്ട് കിട്ടുന്നത്. നൈസ് വൺ. ഒരു വെറൈറ്റി യുണീക്ക് സ്മെല്ലാണ് ഔറം ഗോൾഡ്. ഇതൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും താഴെ പറയാട്ടോ. ഓക്കെ, ദ ലാസ്റ്റ് വൺ മസ്ക് സിൽക്ക് സുപ്രീം. ഇത് ചിലപ്പോൾ മസ്ക് റിജാലിൻ്റെ വൈബോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇതാ ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. മസ്ക് സിൽക്ക് സുപ്രീം, വൈറ്റ് കളറ്. മസ്ക് ഒരു ലൈറ്റ് ഫ്രാഗ്രൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, ഇതെന്താ സ്മെല്ല് നോക്കി നോക്കാം. യെസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്. മസ്ക് റിജാലിൻ്റെ ഒരു ടിസ്റ്റാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഹൈവാ, നൈസ് വൺ. വളരെ ലൈറ്റ് സ്മെല്ലാണ് കേട്ടോ മസ്ക് റിജാലിൻ്റെ ടിസ്റ്റ്. യൂസ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇതിൽ ഏതിൻ്റെ റിവ്യൂ ആണ് ആദ്യം വേണ്ടെന്നുള്ളത് കമൻറ്റ് ബിലോ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മൊഷിരിക്ക. സെക്കൻഡ് വൺ ദിസ്, പിന്നെ ദിസ്, പിന്നെ ദിസ്. ഞാൻ പിന്നെ മസ്കിൻ്റെ അത്ര ഡേ ഹാർട്ട് ഫാനൊന്നുമല്ല. പെർഫ്യൂം ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളി, ലൈക്ക് ചെയ്തോളി. ഇനി നമ്മൾ ലൈക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഓരോ പെർഫ്യൂം അങ്ങനെ അയച്ചു കൊടുക്കും. ഓക്കെ, ട്രൈ ദിസ്.